നമസ്കാരം, മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം. നെയ്യാറ്റിൻകരയിലെ KSU ക്യാമ്പിൽ ചിഹ്ന ഗാന്ധിയന്മാരുടെ പെരിയ അടി. വിദ്യാർത്ഥികൾ തമ്മിലടിച്ചത് ഗ്രൂപ്പിൻ്റെ പേരിൽ. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗമാണ് KSU അഥവാ കേരള വിദ്യാർത്ഥി യൂണിയൻ. ഏതാണ്ട് 6 പതിറ്റാണ്ട് മുൻപ് പ്രവർത്തനം തുടങ്ങിയ ഈ സംഘടന വഴിയാണ് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ വയലാർ രവി, ആന്റണി, ഉമ്മൻചാണ്ടി, സുധീരൻ തുടങ്ങി പലരും നേതൃനിരയിലെത്തിയത്. ഒരു കാലത്ത് കേരളത്തിലെ വിദ്യാലയങ്ങളിൽ KSU അല്ലാതെ മറ്റൊരു പ്രസക്തിയുള്ള സംഘടനയും ഇല്ലായിരുന്നു. KSUവിൻ്റെ അത്ഭുതകരമായ വളർച്ചയുടെ തണലിൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസും തഴച്ചു വളരുകയായിരുന്നു. ഈ കാലഘട്ടങ്ങളിലാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനമായി നിലനിന്നത്. അങ്ങനെ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുന്ന ട്രെയിനിങ് സെൻ്ററായിരുന്നു KSU. കേരള വിദ്യാർത്ഥി യൂണിയൻ മാതൃകപരമായ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയാണ് KSU കേരള ജനങ്ങൾക്കിടയിൽ മതിപ്പുണ്ടാക്കിയെടുത്തത്. ആ വിദ്യാർത്ഥി പ്രസ്ഥാനം ഇന്ന് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. അവശേഷിക്കുന്നവരാകട്ടെ സംഘടനാ പ്രവർത്തനം നടത്തുവാനല്ല, മറിച്ച് പാർട്ടിയുടെ ഉയർന്ന സ്ഥാനമാനങ്ങളിൽ എത്തുവാനുള്ള ചവിട്ടുപടി മാത്രമായി KSUവിനെ ഇപ്പോൾ കണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നെയ്യാറിലുള്ള രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ KSUവിൻ്റെ തെക്കൻ മേഖല ക്യാമ്പ് നടന്നു. 3 ദിവസം നീണ്ടുനിന്ന ക്യാമ്പിൽ രണ്ടാമത്തെ ദിവസം ഔദ്യോഗിക പരിപാടികൾ കഴിഞ്ഞപ്പോൾ ക്യാമ്പിനെത്തിയ വിദ്യാർത്ഥി നേതാക്കൾ ചേരിതിരിഞ്ഞ് പൊരിഞ്ഞ അടി നടത്തി. നിരവധി പേർക്ക് സംഭവത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. അടിപിടി ഉണ്ടാകുവാനുള്ള കാരണമായി പറയപ്പെട്ടത് ഈ ക്യാമ്പിൽ പങ്കെടുത്ത നല്ലൊരു ശതമാനം വിദ്യാർത്ഥികളും മദ്യപാനം നടത്തി ബഹളമുണ്ടാക്കുകയാണ് ചെയ്തത് എന്നാണ്. ഏതായാലും അടിപിടിയിൽ നിരവധി പേർക്ക് പരിക്കുപറ്റി എന്നത് വസ്തുതയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ഒരു ഭരണഘടനയുണ്ട്. ഈ ഭരണഘടനയിൽ അംഗത്വം സംബന്ധിച്ചും പ്രവർത്തനം സംബന്ധിച്ചും ഭാരവാഹിത്വം സംബന്ധിച്ചും എല്ലാം കൃത്യമായ നിബന്ധനകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വേണ്ട യോഗ്യത പ്രാധാന്യത്തോടെ എടുത്തു പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. കോൺഗ്രസ് പ്രവർത്തകനാകാൻ ആഗ്രഹിക്കുന്നവർ ഖാദി ധരിക്കുന്നവർ ആയിരിക്കണം. കോൺഗ്രസ് അംഗമാകാൻ ആഗ്രഹിക്കുന്നവർ മദ്യപാനം, ലഹരി ഉപയോഗം തുടങ്ങിയവ ഉപേക്ഷിച്ചവർ ആയിരിക്കണം. ഈ 2 നിബന്ധനകളാണ് പ്രാധാന്യത്തോടെ പറയപ്പെടുന്നത്. കാലം മാറിയപ്പോൾ ഈ 2 നിബന്ധനകളും കോൺഗ്രസ് പ്രവർത്തകർ മനഃപൂർവ്വം തള്ളിക്കളയുന്ന സ്ഥിതി വന്നു. പ്രവർത്തകർ മാത്രമല്ല, യുവതലമുറ കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ ഖാദി ഉപേക്ഷിച്ച് ആയിരങ്ങൾ വിലയുള്ള പാൻറ്റും ഷർട്ടും ധരിച്ചുകൊണ്ട് നടക്കുന്ന ആധുനിക കോൺഗ്രസ് വേഷത്തിലാണ് നടക്കുന്നത്. നെയ്യാറിലെ ക്യാമ്പിൽ നടന്ന വിദ്യാർത്ഥികളുടെ സംഘടനത്തിന് യഥാർത്ഥ കാരണം വിദ്യാർത്ഥികൾ തമ്മിലുള്ള ആശയപരമായ തർക്കമൊന്നുമല്ല, മറിച്ച് KSUവിനെ ബാധിച്ചിരിക്കുന്ന ഗ്രൂപ്പിസമാണ്. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറാണ് കോൺഗ്രസിലെ A ഗ്രൂപ്പിന്റെ പ്രതിനിധി. അലോഷ്യസ് പ്രസിഡന്റ് പദത്തിൽ എത്തിയെങ്കിലും പിന്നീട് സതീശൻ പ്രതിപക്ഷ നേതാവായപ്പോൾ ഗ്രൂപ്പ് വിട്ട് അദ്ദേഹത്തോടൊപ്പം ചേർന്നു. ഇതോടെ തുടങ്ങിയതാണ് സംഘടനയിലെ ചേരിതിരിവുകൾ. യൂണിയനിലെ ഒരുപറ്റം നേതാക്കൾ KPCC പ്രസിഡന്റ് സുധാകരന്റെ നോമിനികളും ഒപ്പം നിൽക്കുന്നവരുമായിരുന്നു. ഈ 2 നേതാക്കളും പരസ്പരം അകന്നതോടെ KSUവിനകത്തും അകൽച്ചയുണ്ടായി. ഈ ഗ്രൂപ്പിസം ശക്തമായതോടുകൂടി സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഗ്രൂപ്പ് കളികൾ ഇരുവിഭാഗവും തുടങ്ങി. ഇതോടെ ഒന്നിച്ചു കഴിഞ്ഞിരുന്നവർ കടുത്ത വൈരാഗ്യത്തിലെത്തി. ഇതിൻ്റെ അവസാന ഫലമാണ് നെയ്യാർ ക്യാമ്പിലെ അടിപിടിയിൽ എത്തിച്ചേർന്നത്. KSUവിൻ്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനപ്രകാരമാണ് കേരളത്തിൽ 3 സ്ഥലങ്ങളിലായി മേഖലാ ക്യാമ്പുകൾ നടത്തുവാൻ തീരുമാനിച്ചത്. എന്നാൽ ഇത് പ്രകാരം നെയ്യാറിൽ ക്യാമ്പ് തീരുമാനിച്ച് മുന്നോട്ട് പോയപ്പോൾ പ്രസിഡന്റായ അലോഷ്യസ് പോലും ക്യാമ്പിൻ്റെ വിവരം KPCC നേതാക്കളെയോ പ്രസിഡന്റിനെയോ അറിയിച്ചില്ല എന്നാണ് പറയപ്പെടുന്നത്. ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത് പ്രതിപക്ഷ നേതാവ് സതീശനായിരുന്നു. KSUവിൻ്റെ അവകാശം സ്വന്തമാക്കിയിരുന്ന A ഗ്രൂപ്പിൻ്റെ മുതിർന്ന നേതാക്കളും യോഗത്തിൽ നിന്നും വിട്ടുനിന്നു. തന്നെ വിവരം അറിയിക്കാതെ ക്യാമ്പ് സംഘടിപ്പിച്ചതിലുള്ള പ്രതിഷേധം സുധാകരൻ പരസ്യമായി പറയുകയും ചെയ്തു. ഏതായാലും ശരി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന വലിയ ചരിത്രവും പാരമ്പര്യവുമുള്ള മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ഇളമുറക്കാർ മദ്യപിച്ച് ലക്കുകെട്ട് പരസ്യമായി തമ്മിലടിച്ചതും സംഭവം വാർത്തയായി പുറത്തു വന്നതും കോൺഗ്രസ് പാർട്ടിക്ക് ഇതേവരെ ഉണ്ടാക്കാത്ത വിധത്തിലുള്ള വലിയ നാണക്കേട് വരുത്തി വച്ചിരിക്കുകയാണ്. KPCC സംഭവം അന്വേഷിക്കാൻ കമ്മീഷനെ വയ്ക്കുകയും അവരുടെ ശുപാർശ പ്രകാരം ചില നേതാക്കളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ നടപടി കൊണ്ട് പരിഹരിക്കാവുന്ന നാണക്കേടും ആഘാതവുമല്ല കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. നിലവിലെ KSU പ്രസിഡന്റായ അലോഷ്യസ് സേവ്യറിനെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ പ്രതിപക്ഷ നേതാവ്
പ്രത്യക്ഷമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാർട്ടിയിലെ മറ്റു ഗ്രൂപ്പുകളുടെ നേതാക്കളെ ചൊടിപ്പിക്കുന്നുണ്ട്. KSUവിനെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ ശ്രമിക്കാത്ത അലോഷ്യസ് സേവ്യറിനെ സംഘടന നേതാവ് എന്ന നിലയിൽ പരാജയമാണെന്നും അയാളെ മാറ്റി പുതിയ പ്രസിഡന്റിനെ നിയോഗിക്കണമെന്നും സീനിയർ നേതാക്കൾ ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട്. നന്ദി.